Welcome to the fight, the Mullible Option Hunter Challenge. 20,000 rupees to 1 crore. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളെ ചലഞ്ചിൻ്റെ 11ാമത്തെ ദിവസമാണെന്ന്. ഇന്ന് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു ഡൗൺ ട്രെൻഡ് ഡേ ആയിരുന്നു. ആ ട്രെൻഡ് ലൈൻ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്തിട്ടുണ്ട്. ഓരോ റെസിസ്റ്റൻസിലും അത് അവിടുന്ന് റെസിസ്റ്റൻസ് വന്നിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മളെ ട്രേഡിങ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഓൾമോസ്റ്റ് നമുക്കൊരു ബ്രേക്ക് ഈവൻ ഡേ എന്ന് പറയാം. ഞാൻ കാണിച്ചു തരാം. ഇന്ന് ഓൾമോസ്റ്റ് നമ്മൾ 676 റുപ്യ പ്രോഫിറ്റ്, 676 റുപ്യയിൽ നമുക്ക് 390 റുപ്യോളം ചാർജസ് ആയിട്ട് ലോസ് ആവും ഇന്ന്. അപ്പോൾ ഏകദേശം 250 റുപ്യ പ്രോഫിറ്റ്, ജസ്റ്റ് ബ്രേക്ക് ഈവൻ ഡേ എന്ന് പറയാം. നമുക്ക് ലോസും ഇല്ല പ്രോഫിറ്റും ഇല്ല, അങ്ങനത്തെ ഒരു ദിവസമാണെന്ന് പറയാം. എന്തായാലും ഇന്നൊരു നല്ലൊരു രീതിയിൽ നമുക്ക് ലോസ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർഡേഴ്സ് കാണിച്ചു തരാം. അതായത് ഫസ്റ്റ് നമ്മൾ 23,500 സി ആണ് ബൈ ചെയ്തത്. സി ബൈ ചെയ്യാനുള്ള കാരണം ഇവിടുന്ന് ഒരു മാർക്കറ്റ് കുറച്ച് സ്ട്രെങ്ത് കാണിച്ചു തുടങ്ങിയപ്പോൾ സി ബൈ ചെയ്ത് നമുക്ക് വി വാപ്പിൻ്റെ മുകളിൽ ഒരു ക്ലോസിങ് കിട്ടിയപ്പോൾ, പക്ഷെ അതിനുശേഷം മാർക്കറ്റ് റിവേഴ്സായി. മാർക്കറ്റ് റിവേഴ്സ് ആയതോടുകൂടി നമ്മളത് എക്സിറ്റ് ചെയ്യുകയും ചെയ്തു. ഏകദേശം 146.55 നമ്മളത് വീണ്ടും 156 156.55 എക്സിറ്റ് ചെയ്ത്. ആ സമയത്ത് നമുക്ക് ഏകദേശം 2,000 റുപ്യോളം ലോസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ചെറിയ സ്കാൽപ്പിംഗ് ട്രേഡിൽ നമ്മൾ പി എടുത്തിട്ട് ആ ലോസ് കുറേശ്ശെ ഒന്ന് കവർ ചെയ്ത് 450 റുപ്യ ലോസ് ഉണ്ടായിരുന്നുള്ളൂ ഈ സമയത്ത്. പിന്നീട് നമ്മളൊരു ട്രേഡും കൂടി മാർക്കറ്റ് ഫാൾ ചെയ്യുകയാണെന്ന് കണ്ടപ്പോൾ 73.20 ട്രേഡ് ഓർഡർ പ്ലേസ് ചെയ്തു. പക്ഷെ അത് എക്സിക്യൂട്ട് ആവാതെ നമ്മളത് ഓർഡർ പ്ലേസ് ചെയ്തപ്പോഴേക്കിനും അപ്പോൾ പ്രൈസ് മൂവ്മെൻറ്റ് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയി. പിന്നീട് വെയിറ്റ് ചെയ്തിരുന്നത്, പക്ഷേ നമുക്കൊരു എൻട്രി കിട്ടിയില്ല. ജസ്റ്റ് ഇതൊരു ഇമോഷണൽ എൻട്രി ആയിരുന്നു, ഒരു ഫോമോ എൻട്രി ആയിരുന്നു. നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി മിസ്സാവുന്നു എന്നുള്ളൊരു തോന്നിയിട്ട് എടുത്ത എൻട്രി ആയിരുന്നു. അത് നമുക്ക് നേരെ അഗൈൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മാർക്കറ്റ് ഏകദേശം 84-85 നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി എടുത്തിട്ട് 68-90 വരെ മാർക്കറ്റ് ബാക്കിലോട്ട് പോയി ഓപ്ഷൻ പ്രൈസ്. പക്ഷെ നമുക്ക് ഏകദേശം ഈ ട്രെൻഡ് നോക്കുമ്പോൾ ഞാൻ ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്യാത്തത് കൊണ്ട് അത് ഹോൾഡ് ചെയ്തിട്ട് ഒരു ലോട്ട് കൂടി ആഡ് ചെയ്തു. ഒരു ലോട്ട് കൂടി ആഡ് ചെയ്യാനുള്ള പൈസ ക്യാഷ് ഉണ്ടായിരുന്ന കയ്യിൽ ഒരു ലോട്ട് കൂടി ആഡ് ചെയ്ത് 68-90 വീണ്ടും മാർക്കറ്റ് ഏകദേശം ആ പ്രൈസിൽ തിരിച്ചു വന്നപ്പോൾ എക്സിറ്റും ചെയ്യും. അങ്ങനെ നമുക്ക് ഓൾമോസ്റ്റ് ഇന്നൊരു ബ്രേക്ക് ഈവൻ ഡേ പോലെ നമുക്കത് ആവും ചെയ്ത്. അപ്പോൾ ഇന്ന് 11 ദിവസം കൊണ്ട് നമ്മളുടെ ക്യാപിറ്റൽ ഏകദേശം 34,500 34,800 ആയിട്ടുണ്ടാവും. 34,600 ഫണ്ട്സ് നോക്കുകയാണെങ്കിൽ 34,400 ഒരു 200 കോടി ഇന്ന് ആഡ് ആയിട്ട് 34,600 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി നാളത്തെ ട്രേഡിൻ്റെ കാര്യം നാളെ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമ്മളുടെ ഇത് പോകുന്നുണ്ട്. ഇതുവരെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഏകദേശം 11 ദിവസം കൊണ്ട് ഏകദേശം 2-3 ദിവസം ട്രേഡും കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾക്ക് 100% പ്രോഫിറ്റ് എന്നുള്ളൊരു ലെവലിലേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലെറ്റ്സ് സീ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു ഫോർ വാച്ചിങ്.